നമസ്തേ. ജ്യോതിഷ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന ഉപാസന ആസ്ട്രോളജി എന്ന ഈ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ കന്നി, തുലാം, വൃശ്ചികം രാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങളെക്കുറിച്ചാണ്. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ വീഡിയോസും കാണുവാൻ ശ്രമിക്കുക. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്ര പകുതി ഈ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന കന്നിക്കൂറുകാരുടെ ഫലമാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഈ കൂറിലെ നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ കാലമാണ് ഓഗസ്റ്റ് മാസം. ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവാനുഗ്രഹം പൂർണ്ണമായും ഉണ്ടാകുന്ന സമയമാണ് ഈ മാസം. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഠിനാധ്വാനം ചെയ്യും. അതിനുള്ള നല്ല ഫലം ലഭിക്കുകയും ചെയ്യും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ സാധിക്കുകയും നല്ല ജോലി ലഭിക്കുകയും ചെയ്യും. ജോലി മാറാൻ ശ്രമിക്കുന്നവർക്കും ഓഗസ്റ്റ് മാസം അനുകൂല മാസമാണ്. സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനും യോഗം കാണുന്നു. അനാവശ്യമായുള്ള മാനസിക ടെൻഷൻ അനുഭവപ്പെടാം. ആരോഗ്യം കുറച്ച് ശ്രദ്ധിക്കണം. അലർജി, തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ, ശരീരവേദന എന്നിവ അനുഭവപ്പെടാം. പണം നഷ്ടപ്പെടുവാനോ കൊടുത്ത ധനം തിരിച്ചു കിട്ടാതെ കൊണ്ടുള്ള മനക്ലേശം അനുഭവിക്കാനോ യോഗം കാണുന്നു. മേലധികാരികളുമായി പെരുമാറുമ്പോൾ ശ്രദ്ധിക്കണം. അവരിൽ നിന്നും അതൃപ്തി ഉണ്ടാകാം. നമ്മുടെ ശ്രദ്ധക്കുറവ് നമുക്ക് കിട്ടേണ്ട ഭാഗ്യം ഇല്ലാതാക്കിയേക്കാം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടു കൂടി മാത്രം കൈകാര്യം ചെയ്യുക. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ മാനഹാനി ശ്രദ്ധിക്കേണ്ട സമയമാണിത്. പിതാവിനോ പിതൃസ്ഥാനത്തുള്ളവർക്കോ രോഗങ്ങളോ ക്ലേശങ്ങളോ സംഭവിച്ചുള്ള മാനസിക ടെൻഷനും ഉണ്ടാകും. പരിഹാരമായി നാഗക്ഷേത്ര ദർശനം നടത്തി അവിടെ വഴിപാടുകൾ നടത്തുക. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപായസം, തുളസി മല വഴിപാടുകൾ നടത്തുക. ചിത്രപകുതി, ചോതി, വിശാഖമുക്കാൽ ഈ നക്ഷത്രങ്ങൾ അടങ്ങുന്ന തുലാക്കൂറുകാരുടെ ഈ മാസത്തെ ഫലം നമുക്ക് നോക്കാം. തുലാക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ മാസമാണ് ഈ ഓഗസ്റ്റ് മാസം. തടസ്സങ്ങൾ മാറുവാനും കാര്യസിദ്ധി ഉണ്ടാകുവാനും യോഗമുണ്ട്. പ്രതീക്ഷിക്കാതെയുള്ള ധനലാഭം കാണുന്നു. ജോലിയിൽ സന്തോഷം അനുഭവപ്പെടാനും സ്ഥാനത്തിന് ഉയർച്ചയും പ്രമോഷനും വന്നു ചേരുവാനും യോഗം കാണുന്നു. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് കിട്ടാൻ യോഗമുണ്ട്. പക്ഷേ ആരോഗ്യപരമായി കുറച്ച് ശ്രദ്ധിക്കേണ്ട മാസമാണ് തുലാക്കൂറുകാർക്ക്. അസുഖങ്ങൾ, പകർച്ചവ്യാധികൾ എന്നിവ ശ്രദ്ധിക്കുക. കാലിന് വേദന, പൊട്ടൽ, കണ്ണിന് അസുഖം, വാഹനങ്ങളിൽ നിന്നുള്ള അപകടം എന്നിവ വളരെയധികം ശ്രദ്ധിക്കണം. ബന്ധുക്കൾക്കോ പ്രിയപ്പെട്ടവർക്കോ അസുഖം വന്നുള്ള മാനസിക വിഷമം അനുഭവിക്കേണ്ട യോഗം കാണുന്നു. മൂഡ് ഓഫ്, ടെൻഷൻ എന്നിവയും ഉണ്ടാകാം. സാഹസിക പ്രവർത്തികൾക്ക് പോകാതിരിക്കുന്നതാണ് തുലാക്കൂറുകാർക്ക് ഏറ്റവും നല്ലത്. അതുപോലെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോഴോ സഹായം ചെയ്യുമ്പോഴോ വളരെയധികം ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ പ്രവർത്തികൾ കാരണം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയേക്കാം. ആലോചിക്കാതെയുള്ള പ്രവർത്തികൾ മൂലം കുടുക്കിൽപ്പെടാനും യോഗം കാണുന്നു. ക്ഷിപ്രകോപം ഉണ്ടാകും. അത് ഇവരുടെ വീട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കുവാനുള്ള യോഗമുണ്ട്. ചതിയിൽപ്പെടുവാനോ വിശ്വാസവഞ്ചനയുടെ ഇരയാകുവാനോ യോഗം കാണുന്നു. ചില നല്ല കാര്യങ്ങളും വന്നു ചേരാം. ജോലി ലഭിക്കുവാനോ സ്ഥലമാറ്റം ഉണ്ടാകുവാനോ അതുപോലെ വീട്, വാഹനം എന്നീ നല്ല കാര്യങ്ങളും തുലാക്കൂറുകാർക്ക് ഉണ്ടാകേണ്ട സമയമാണ്. പരിഹാരമായി എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ടുക ഈ നക്ഷത്രങ്ങൾ അടങ്ങുന്ന വൃശ്ചികക്കൂറുകാർക്ക് ഓഗസ്റ്റ് മാസം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ശുഭകാര്യങ്ങൾ ജീവിതത്തിൽ നടക്കേണ്ട സമയമാണ് വൃശ്ചികക്കൂറുകാർക്ക് ഓഗസ്റ്റ് മാസം.
കർമ്മമേഖലയിൽ തിളങ്ങാൻ സാധിക്കും. ധനവരവ് ഉണ്ടാകും. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും. സർക്കാരോ അർദ്ധ സർക്കാരോ ആയ ജോലി ലഭിക്കുവാൻ യോഗം കാണുന്നു. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് കൂടുതൽ പണം ചിലവഴിക്കേണ്ട സമയമാണിത്. വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹം ശരിയാകുവാനുള്ള സമയമാണ്. വിനോദയാത്രകൾ നടത്തുവാനും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ലഭിക്കുവാനും യോഗം കാണുന്നു. ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ കുറച്ച് ശ്രദ്ധിക്കേണ്ട മാസമാണിത്. പഴയ വീട് പുതുക്കി പണിയാൻ യോഗം കാണുന്നു. മാതാവിന് രോഗങ്ങൾ ഉണ്ടാകുകയും അതുനിമിത്തം മനക്ലേശം അനുഭവപ്പെടുകയും ചെയ്യാം. പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകുവാനും ഉള്ള ബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്തുവാനുമുള്ള യോഗം കാണുന്നു. ദമ്പതിമാർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുവാനും അത് കലഹത്തിലേക്ക് എത്തുവാനുമുള്ള യോഗവും ഉണ്ട്. അതുകൊണ്ട് ആത്മസംയമനം പാലിക്കുക. പങ്കാളിക്ക് അസുഖങ്ങൾ വരാനും അതിനുവേണ്ടി പണം കൂടുതൽ ചിലവഴിക്കുകയും ചെയ്യും. ആരോഗ്യപരമായി കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ്. വീഴ്ച, അപകടങ്ങൾ, മുറിവ്, ചതവ്, പൊള്ളൽ, ഷോക്ക് ഇവ ശ്രദ്ധിക്കണം. സന്താനങ്ങൾക്ക് ദൂരദേശത്ത് പോയി പഠിക്കുവാനുള്ള യോഗം കാണുന്നു. അതിനുവേണ്ടി പണം ചിലവഴിക്കാനുള്ള യോഗവുമുണ്ട്. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷമാണ് കാണുന്നത്. പൊതുവെ വൃശ്ചികക്കൂറുകാർക്ക് കുഴപ്പമില്ലാത്ത സമയമാണ് ഈ ഓഗസ്റ്റ് മാസം. അസുഖങ്ങൾ വരാതിരിക്കാനും അപകടങ്ങൾ ഒഴിവാകുവാനും ഭദ്രകാളി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. പൊതുവായുള്ള ഫലങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങളുടെ ജാതകത്തിലെ ദശാവഹാരങ്ങൾ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഈ ഫലങ്ങൾ അനുഭവത്തിൽ വരിക. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ